الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله وقد قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله أيضا بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, സത്യവിശ്വാസി വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അവന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനമാകുന്ന മരണം എപ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് ഏറെ ഓർമ്മയുണ്ടായിരിക്കണം. ഒപ്പം എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് സാക്ഷാൽ ജീവിതത്തിലേക്ക് പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം എപ്പോഴും നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 5-8 മാസങ്ങളായി ഈ മിമ്പറിൽ ദീനിന്റെ വിവിധങ്ങളായ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് സാന്ദർഭികമായും കാലിക പ്രസക്തമായതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മളങ്ങനെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത്. ഇനി ഏതാനും ആഴ്ചകൾ ഇൻഷാ അല്ലാഹ് ഒരു തുടർ വിഷയം നമുക്ക് പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്നത് ഒരു കുടുംബത്തിലേക്കാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടു കൂടി കണ്ട ഒരു മേഖലയാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബ പശ്ചാത്തലങ്ങൾ വർത്തമാനകാല ലോകത്ത് ഏറെ ശിഥിലമായി കൊണ്ടിരിക്കുന്നതും ഒപ്പം സാമൂഹികമായ ബാധ്യതകൾ പരസ്പരം നിർവഹിക്കപ്പെടാത്തിടത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസിനികൾ
എപ്രകാരമാണ് ഒരു കുടുംബത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുകയും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും തങ്ങളുടേതായ ബാധ്യതേയത്വം, തങ്ങളുടേതായ ഉത്തരവാദിത്വം, അവനവൻ്റെതായ കടമകളും ബാധ്യതകളും ഒപ്പം അവനവനുള്ള അവകാശങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന ചില സൂചനകളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമല്ല സ്വർഗം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവുക ഒരിക്കലും സാധ്യവുമല്ല. മറിച്ച് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉണ്ടാവണം എന്ന ഒരു ചിന്തയെങ്കിലും, ആത്മാർത്ഥമായ ഒരു ആഗ്രഹമെങ്കിലും, അതിനായിട്ടുള്ള ബാധ്യതാ നിർവഹണമെങ്കിലും നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കും ഒരു വിശ്വാസി. ആണാകട്ടെ പെണ്ണാകട്ടെ, രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു കുടുംബത്തിലെ കുടുംബനാഥനായാലും ആ കുടുംബത്തിലെ കുടുംബനാഥയായിരുന്നാലും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ്, അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് നിങ്ങൾ വിധേയമാക്കപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രമാണത്തിന്റെ വക്താക്കളാണ് ഞാൻ നിങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ അതിന്റെ 66-ാമത്തെ അധ്യായം സൂറ അത്തഹ്രീം അതിന്റെ 6-ാമത്തെ വചനത്തിൽ എന്നെ വിളിച്ചുകൊണ്ട്, നിങ്ങളെ വിളിച്ചുകൊണ്ട്, നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. അല്ലെ, എന്നെയും നിങ്ങളെയുമാണ് വിളിച്ചത്. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ആ ദീനിന്റെ വിശ്വാസ തലത്തിലൊരു കളങ്കവുമില്ലാതെ അള്ളാഹുവിൽ യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടി ഈ ദീനിലേക്ക് കടന്നു വന്ന വിശ്വാസികളെയാണ് അല്ലാഹു തആല വിളിച്ചത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വളരെ സുപരിചിതമാണ് നമുക്ക് ഈ ആയത്ത്. അവിടെ അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളുടെ സ്വയം ശരീരത്തെ, സ്വന്തത്തെ, വഅഹ്ലീകും, നിങ്ങൾ പിറന്നു വീണ, നിങ്ങൾ പിന്നീട് ഉണ്ടാക്കിയെടുത്ത, ഇസ്ലാം നിങ്ങൾക്ക് അതീവ കാരുണ്യമായും ദൈവികമായ അനുഗ്രഹത്തിന്റെ ഭാഗമായും അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ആ കൂടിച്ചേരലുകൾ എന്ന് പറയുന്ന ഇണകളായി ജീവിക്കുന്ന ആ പശ്ചാത്തലത്തിൽ ഉണ്ടായിത്തീരുന്ന നിങ്ങളുടെ കുടുംബം. നമ്മൾ ജനിച്ചു വീണത് നമ്മുടെ മാതാപിതാക്കൾ അടങ്ങുന്ന കുടുംബത്തിലേക്കാണ്. പ്രായപൂർത്തിക്ക് ശേഷം പിന്നീട് നമ്മൾ കുടുംബങ്ങളെ വലിയ അനുഗ്രഹമായി വബിനിഅമത്തില്ല എന്നാണ് അല്ലാഹു തആല കുടുംബ സംവിധാനത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ ആ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന കുടുംബം, ആ കുടുംബത്തെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്, വിശ്വാസികളെ, നിങ്ങൾ എങ്ങനെ, എപ്രകാരം അള്ളാഹുവിന്റെ കത്തിയാർന്ന നരകാഗ്നിയാകുന്ന, ആ കോപാഗ്നിയാകുന്ന നരകത്തെ നിങ്ങൾ സ്വയം ഭയപ്പെടുകയും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ, എത്ര കണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കുന്നുവോ, എത്ര കണ്ട് നിങ്ങൾ അതിനു വേണ്ടി കരളുരുകി പ്രാർത്ഥിക്കുന്നുവോ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും കൂടെ കൂട്ടാൻ കഴിയണം. വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്ക് ചേർത്ത് പഠിക്കാൻ കഴിയണം. നാറൻ, ആ നരകാഗ്നിയിൽ നിന്ന്. നിങ്ങളുടെ അല്ലാഹു തആല പറഞ്ഞു വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകം എന്ന് പറയുന്ന അഗ്നിയിൽ മനുഷ്യനാണ് ഒരു വിറക്. ഇന്ധനമായി അല്ലാഹു തആല മനുഷ്യനെയാണ് ആ നരകത്തിൽ ഒരു ഇന്ധനമായി നിശ്ചയിച്ചിരിക്കുന്നത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വൽ ഹിജാറ, രണ്ടാമത് കല്ലുകളാണ്. ഗന്ധകം എന്ന് പറയാവുന്നതോ കൽക്കരി എന്ന് പറയാവുന്നതോ അതല്ലെങ്കിൽ അബാബീൽ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള ഹിജാറ, സിജ്ജീലിൽ നിന്ന് ചുട്ടുപഴുപ്പിക്കപ്പെട്ട കല്ല് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ കല്ലുകളോ, ഏതായാലും ശരി, ഖുർആൻ അത് അങ്ങനെ പറയുന്നു. മുഫസ്സിറുകൾ, അത് വിവിധങ്ങളായ പൗരാണികമായ മുഫസ്സിറുകൾ അബാബീൽ പക്ഷികൾ കൊത്തിക്കൊണ്ടുവന്ന കല്ലുകൾ പോലെയുള്ള കല്ലുകൾ എന്ന് പറയുമ്പോൾ ആധുനികമായ നമ്മുടെ ഇന്ധനങ്ങളുടെ രൂപങ്ങൾ മാറിയപ്പോൾ
നമ്മൾ ഉപയോഗിക്കുന്ന അതുപോലെയുള്ള ഒരുപാട് ഇന്ധനങ്ങളുടെ ലോകത്ത് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. അവിടെ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ് ഒരു ഇന്ധനമായി, മറ്റൊന്ന് മനുഷ്യനാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ആ നരകത്തിന് വേണ്ടി അല്ലാഹു തആല അതിന്റെ കാവൽക്കാരായി, മേൽനോട്ടക്കാരായി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ മേൽനോട്ടം വഹിക്കാനായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് ഗിലാദുൻ ശിദാദുമായ വളരെ ശക്തി ഉള്ള, വളരെ പരുക്ക ഹൃദയത്തോടു കൂടിയ മാലാഖമാരെയാണ് അല്ലാഹു തആല അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുഅമറൂൻ. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിന് ഒരിക്കലും വിരുദ്ധമായത് പ്രവർത്തിക്കാത്തവരാണ്, ഒരിക്കലും അതിന് ഇസ്യാൻ, അതിന് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിക്കാത്തവരാണ്. അതാണ് അവരുടെ പ്രത്യേകത. രണ്ടാമതോ, എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വയഫ്അലൂൻ, അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ നരകാഗ്നിയിൽ നിന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ സ്വന്തം തടി രക്ഷപ്പെട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ കൂടെ കൂട്ടേണ്ടതാണ് എൻ്റെ കുടുംബത്തെ. ഈ ഒരു ചിന്തയോടുകൂടി വേണം ഈ ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഭൗതികമായ തലങ്ങളിൽ വർത്തമാനകാലത്ത് പലരും കാണുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് അല്ല പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസിനി എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. മറിച്ച് വരുന്ന യഥാർത്ഥ ജീവിതം എന്ന് നമ്മൾ പറയുന്ന, എന്നെന്നും നിലനിൽക്കുന്നു എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന, രക്ഷയോ ശിക്ഷയോ ആയി ദൈവികമായ സന്നിധിയിൽ മനുഷ്യരാശി രണ്ടായി പിളർത്തപ്പെടുന്ന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മുജ്രിമീങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും മുഹ്സിനീങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും മാത്രമായി തീരുന്ന, മാതാപിതാക്കൾ എന്ന് പറയുന്ന കൂട്ടരില്ല, മക്കൾ എന്ന് പറയുന്ന കൂട്ടരില്ല, ഭാര്യാഭർത്താക്കന്മാരെന്ന് പറയുന്ന കൂട്ടരില്ല, ഗുരുനാഥ ശിഷ്യ ബന്ധങ്ങളില്ല. മറ്റ് രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മുഹ്സിനീങ്ങൾ എന്ന് പറയുന്ന സുഹൃതവാന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടം, മറ്റൊന്ന് മുജ്രിമീങ്ങൾ എന്ന് പറയുന്ന ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടം. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ആ ദിവസത്തിൽ തീർച്ചയായും സുഹൃതവാന്മാരോടൊപ്പം നമ്മുടെ മക്കൾ ഉണ്ടാകണം, സുഹൃതവാന്മാരോടൊപ്പം നമ്മുടെ ഇണയുണ്ടാകണം, സുഹൃതവാന്മാരോടൊപ്പം നമ്മുടെ കുടുംബം ഉണ്ടാകണം. സുഹൃതവാന്മാരായിട്ട് നമ്മുടെ കുടുംബവും മുന്നേറാനുള്ള ബാധ്യത നിർവഹണത്തിന്റെ കൂട്ടായ്മയായിരിക്കണം, ഒത്തൊരുമിച്ച് കൂടിയ ഒരു അംഗമായിരിക്കണം, അല്ലെങ്കിൽ ഒരു അങ്കണമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂചനകൾ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ വഖാലല്ലദീന കഫറു, നിഷേധിയായിട്ടാണ് മകൻ വളരുന്നതെങ്കിൽ, നിഷേധത്തോടു കൂടിയാണ് മകൾ വളരുന്നതെങ്കിൽ, നിഷേധിയായിട്ടുള്ള ഒരു മരുമകളെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എങ്കിൽ, ഭൗതികമായത് മാത്രമേ നോക്കിയുള്ളൂ പുതിയാപ്ലയെ തെരഞ്ഞെടുത്തപ്പോൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മരുമകനെങ്കിൽ, വഖാലല്ലദീന കഫറു, നിഷേധിയായിട്ടുള്ളവരാണ് നമ്മുടെ കുടുംബത്തിൽ വളരുന്നത് എങ്കിൽ അവര് പറയുന്ന ഒരു രംഗമുണ്ട്. എന്താണത്? റബ്ബന അരിനല്ലദീന അളല്ലന മിനൽ ജിന്നി വൽ ഇൻസ്. പടച്ചവനെ, ഞങ്ങളെ വഴികേടിലാക്കിയ ജിന്ന് വർഗത്തിൽപ്പെട്ടവരും മനുഷ്യവർഗത്തിൽപ്പെട്ടവരും ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ആയത്താണ് ഇത്. ഈ ആയത്ത് 41-ാമത്തെ അധ്യായം സൂറ അൽ ഫുസ്സിലത്തിന്റെ 29-ാമത്തെ വചനമാണ്. അവിടെ കൃത്യമായി അല്ലാഹു തആല പറയണേ, മനുഷ്യൻ എന്ന് പറയുന്നതിൽ വാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, ഭർത്താവുണ്ടാകും. അങ്ങനെ ആരാണോ ഒരു കുടുംബത്തിന്റെ നാഥയായി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്ലാം ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, അവർ തങ്ങളുടെ കീഴിലുള്ളവരെ ശരിയായ സന്മാർഗത്തിലേക്കുള്ള നിദർശന വഴികളിലേക്ക്, സന്മാർഗത്തിൻ്റെതായ പാതയിലേക്ക്, സന്മാർഗത്തിൻ്റെതായ
മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടിയുള്ള നിതാന്ത ജാഗ്രത പുലർത്താതെ അതെന്തെങ്കിലും ആകട്ടെ എന്ന രൂപത്തിലാണ് പോകുന്നത് എങ്കിൽ നാളെ അവർ പറയുന്ന വാക്ക് റബ്ബേ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ, അല്ലല്ലാന ഞങ്ങളെ വഴി പിഴപ്പിച്ചവരാരാണ് എന്ന്. ഞങ്ങൾ പോകേണ്ട വഴിയെ ഞങ്ങളെ തെളിക്കാതെ ഞങ്ങളെ പിഴപ്പിച്ചവരാരാണ്? ഞങ്ങൾ പിഴച്ചു പോകാൻ നീ അമാനത്ത് ഏൽപ്പിച്ചിട്ട് ആ അമാനത്ത് നിറവേറ്റാതെ, ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഞങ്ങളെ ഈ വലിയ ശിക്ഷയിലേക്ക് തള്ളിയിട്ട മനുഷ്യവർഗത്തിൽപ്പെട്ടവരും ജിന്നുവർഗത്തിൽപ്പെട്ടവരെയും ഞങ്ങൾക്കൊന്ന് കാണിച്ചുതാ എന്ന് പറയുകയും അവരെ ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലേക്കൊന്ന് ഇട്ടുതാ, ഞങ്ങൾ അവരെ ചവിട്ടി മതിക്കട്ടെ, അവരെ അങ്ങനെ ഞങ്ങളൊന്ന് അധമരാക്കട്ടെ എന്ന് പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ ഫആതീഹിം അസാബൻ, അവർക്ക് ശിക്ഷകൾ നൽകപ്പെടുന്ന സമയത്ത് നമ്മുടെ മക്കളായിട്ടുള്ള ആളുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖാലൂ ലഅഫൻ, റബ്ബേ ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ദുനിയാവിൽ ഒരു പക്ഷേ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഒരു ചിത്രമായിരിക്കാം, ആലോചിക്കുന്ന മക്കളും ഉണ്ടാകാം അല്ലെ? വർത്തമാനകാല ലോകത്തിന്റെ ഗ്രഹാങ്കണങ്ങളുടെ ഉള്ളറകളിൽ നിഷേധിയായി വളരുന്ന മക്കൾ ദുനിയാവിൽ തന്നെ സ്വന്തം പെറ്റ തള്ളയെ അല്ലെങ്കിൽ സ്വന്തം പെറ്റ ഉമ്മയെ, മാതാപിതാക്കളെ അതിക്രൂരമായി അതിനിഷ്ഠൂരമായി ഉപദ്രവിക്കുന്ന കാഴ്ചകൾ ദിനേന എന്നോണം വർദ്ധിക്കുന്ന ഒരു ലോകത്ത് ദുനിയാവിലും ഉണ്ടാകാം. പക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്കും സ്വന്തം മാതാപിതാക്കളെ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്റെ ഉമ്മയോട് പറയാൻ കഴിയുമോ എന്ന് ആലോചിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. എന്റെ കാലിന്റെ ചുവട്ടിലേക്ക് അവരെ ഇട്ടുക, ഞാൻ അവരെ ഒന്ന് ചവിട്ടി മതിക്കട്ടെ, എനിക്ക് നീ നൽകുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ എന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കുക എന്ന് പറയുന്ന മക്കൾ ഖുർആൻ ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നാടോടുമ്പോൾ നടുവേ ഓടിയിട്ട് കാര്യമില്ല. നാടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? ഒരു കുടുംബം എന്ന് പറയുന്ന ഇസ്ലാം ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ഏറ്റവും വലിയ അനുഗ്രഹവും അതിനേക്കാൾ ആശ്വാസവും സമാധാനവും ഒക്കെ കണ്ടെത്താൻ, സുരക്ഷിതത്വവും കണ്ടെത്താൻ വേണ്ടി നമുക്ക് നൽകിയ ആ 4 ചുമരുകൾക്കുള്ളിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രാ 17-ാമത്തെ അധ്യായത്തിന്റെ 84-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, പ്രവാചകരെ അങ്ങ് പറയുക, ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, കുല്ലുൻ യഅമലു വലാ ശാകിലതിഹി ഫറബ്ബുകും അലമു ബിമൻ ഹുവ അഹ്ദാ സബീല. ഒരു സമ്പ്രദായം അനുസരിച്ച് ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ശകിലതിഹി? നാടോടുമ്പോൾ ഇങ്ങനെ നടുവേ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെ? നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന കുഞ്ഞിനെ വളരെ ഫിത്രത്തോടു കൂടിയാണ് അല്ലാഹു തആല തന്നത്. അതാണ് പ്രവാചകൻ പറഞ്ഞതാ, ഞാനത് പറയുന്നില്ല. നമുക്കറിയാം, വളരെ നല്ല ശുദ്ധമായ പ്രകൃതിയോട് കൂടിയാണ് തന്നത്. എന്നിട്ട് നമ്മൾ അവനിൽ കുത്തിച്ചെലുത്തിയത്, നമ്മൾ അവനെ പ്രേരിപ്പിച്ചത്, നമ്മൾ അവനെ ഉപദേശിച്ചത്, നമ്മൾ അവനെ ആകത്തുകയായി കൊടുത്തത് ഈ ദുനിയാവിന്റെ ഫ്രെയിം മാത്രമാണ് അല്ലെ? 90% കുടുംബങ്ങളും അങ്ങനെയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുല്ലുൻ യഅമലു വലാ ശാകിലതിഹി. അങ്ങനെ ഒരു സാമ്പ്രദായികമായി നാട്ടിൽ നടക്കുന്നതിനനുസരിച്ചുള്ള സമ്പ്രദായങ്ങളിലായി ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള തന്റെ ബാധ്യത എന്ത്, തന്റെ ഉത്തരവാദിത്വം എന്ത്, തന്റെ കടമ എന്ത്, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല.
നാടോടുമ്പോൾ ഓടേണ്ടവരല്ല നമ്മൾ. ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, അഹ്ദ എന്ന ഖുർആൻ പറഞ്ഞത്, ഹുദ എന്നല്ല, അഹ്ദ, ഏറ്റവും ശരിയായതിലേക്ക് ഉള്ള വഴി അതായിരുന്നു നയിക്കേണ്ടത്. അതിലൂടെയാണ് പോകേണ്ടത് ഏത് വിഷയത്തിലും. ഇത് കുടുംബമായി മാത്രം ബന്ധപ്പെട്ട് പറഞ്ഞൊരായത്തല്ല. നാട്ടിൽ നടക്കുന്ന ഈ സാക്ഷ്യത്തിനനുസരിച്ച്, സമ്പ്രദായങ്ങൾക്കനുസരിച്ച്, നാട്ടുനടപ്പിനനുസരിച്ച് അല്ല ഒരു വിശ്വാസി പോകേണ്ടത്, പ്രത്യേകിച്ച് കുടുംബത്തിൽ. പിന്നെ എങ്ങനെയാണ് പോകേണ്ടത്? നിന്റെ റബ്ബ് ഏറ്റവും നന്നായി അറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്ന ബോധത്തോടുകൂടി അഹ്ദാ സബീല, ഏറ്റവും ശരിയായ, ഏറ്റവും നല്ല സന്മാർഗത്തിന്റെ വഴിയിലൂടെയാണ് നീ പോകേണ്ടത്, ഞാൻ പോകേണ്ടത്. പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതോ, നമ്മൾ ഓരോ രംഗവും ഇങ്ങനെ വെറുതെ ഒന്ന് കുടുംബം ഉണ്ടാകുന്നത് മുതൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ അവിടേക്ക് വരാം. എന്തിനാണ് ഒരു കുടുംബം? എന്തിനാണ് ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും കുടുംബം ഉണ്ടാക്കാനുള്ള സിവാജ് എന്ന് പറയുന്ന ഇണകളായി ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു വലിയന്റെ രണ്ട് സാക്ഷിത്വത്തിന്റെ അംഗീകാരത്തോടു കൂടി ഒരു കുടുംബത്തിന് അസ്ഥിവാരമിടുമ്പോൾ അവിടെ അവന്റെ ആഗ്രഹം, അവന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട നിയ്യത്ത് എന്താ? എന്ത് നിയ്യത്തിലാ ഞാനും നിങ്ങളും പെണ്ണുകിട്ടിയത്? അങ്ങനെ ചോദിച്ചാൽ മതി. പച്ച മലയാളത്തിൽ ഒരു നിയ്യത്തുണ്ട്, ഖുർആൻ പഠിപ്പിച്ച ഒരു നിയ്യത്തുണ്ട്. അതെന്താണ്? അത് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? വഇന്നീ ഹിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറൻ ഫഹബിലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജ്അൽഹു റബ്ബി റദിയ. സക്കരിയ നബിയുടെ പ്രാർത്ഥന പറഞ്ഞതല്ല. എന്താണ്? പടച്ചവനെ, വഇന്നീ ഹിഫ്തുൽ മവാലിയ, എനിക്ക് ഒരു പിന്തുടർച്ചക്കാരനില്ലാതെ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. എന്തിന്റെ പിന്തുടർച്ചയാണ്? എന്തിന്റെ പിന്തുടർച്ചയാണ്? വിശ്വാസികൾ കൈമാറി പോകേണ്ട പിന്തുടർച്ച എന്താണ്? ഭൗതികവാദിയായ മോനും പണം വേണം, പാപ്പാടെ സ്വത്ത് വേണം, ഉമ്മാടെ സ്വർണം വേണം, കേട്ട്. പിന്നെ എന്താണ് ഇവിടെ കൈമാറി പോകാനുള്ള പിന്തുടർച്ച? എന്താ നമ്മൾ കൈമാറ്റം ചെയ്യാനുള്ളത്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പിന്തുടർന്നു കൊടുക്കാൻ, കൈമാറ്റം ചെയ്തു കൊടുക്കാൻ പിന്തുടർച്ചാവകാശിയില്ലാതെ ഭയപ്പെട്ടത് എന്തിനാ? ആത്മാർത്ഥമായി നമ്മൾ പറ. ദീനാണ്, ആദർശമാണ്, വിശ്വാസമാണ്. അള്ളാഹുവിന്റെ ഈ മഹത്തായ ദീനിനെ കൈമാറി കൊടുക്കാൻ പടച്ചവനെ, എനിക്കൊരു പിൻഗാമിയില്ലാതെ പോകുമോ എന്ന പേടി. ഒരാണും പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ നെയ്യത്ത് എന്തായിരിക്കണം? ഇങ്ങനൊരു വിവാഹം നടക്കുന്ന എത്ര കുടുംബങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്? എത്ര കുടുംബങ്ങളുണ്ട്? അങ്ങനത്തെ ഒരു നെയ്യത്തോടു കൂടിയാണ് മക്കളെ, നമുക്കൊരു കുടുംബത്തിന്റെ അസ്ഥിവാരമിടേണ്ടത് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള എത്ര രക്ഷകർത്താക്കളുണ്ട്? ഇതിനാണ് കുടുംബം, അള്ളാഹുവിന്റെ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും 80-ാമത്തെ വയസ്സ് വരെ പ്രാർത്ഥിച്ചത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് 85-ാമത്തെ വയസ്സിലാണ് കുട്ടിയെ കിട്ടിയത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, അതുകൊണ്ട് തീർച്ചയായും വകാനത് ഇംറഅതി ആഖിറൻ, മച്ചിയാണ്. ഫഹബിലി മിൻ ലദുൻക വലിയ, എങ്കിലും നീ എനിക്കൊരു, നിന്റെ ദാനമായിട്ട് നീ എനിക്കൊരു വലിയനെത്ത, ഒരു പിൻഗാമിയെത്ത, എനിക്കൊരു സഹായിയെത്ത, എനിക്ക് ശേഷം ഈ ദീനിനെ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നാലാമത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ദുനിയാവിൽ എന്തെങ്കിലും സ്വത്തുണ്ടോ ആ സ്വത്തും പരിപാലിക്കപ്പെടണം. കാരണം
ദീൻ നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് നിലനിൽപ്പിന്റെ ആധാരമാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതും എന്റെ വക പറഞ്ഞല്ലേട്ടാ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചതാ. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ പറ്റുന്ന ഒരു വലിയനെ, ഒരു പിൻഗാമിയെ, ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് താ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും യരിസുനി. എന്താണ് നമ്മളെ വിറാസത്ത് കൊടുക്കേണ്ടത്? പറമ്പല്ല. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ, ഞാനും എന്റെ പിതാവായ യഅഖൂബ് നബിയും ഒക്കെ അനന്തരമായി കൈമാറിപ്പോന്ന അള്ളാഹുവിന്റെ ഈ ദീൻ ഒന്ന് കൈമാറാനുള്ള ഒരു പിൻഗാമിയെത്ത എന്ന് പറയുകയും അങ്ങനെ നൽകുന്നവൻ അള്ളാഹുവേ നീ സംതൃപ്തനായ ഒരു വലിയായിരിക്കണം, ഒരു പിൻഗാമിയായിരിക്കണം എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 19-ാമത്തെ അധ്യായം സൂറത്തുൽ മറിയമിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഓതിപ്പോകുന്നത്. ഇസ്ലാമികമായ ഒരു കുടുംബം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതിന്റെ അസ്ഥിവാരമിടുന്നിടത്തൊരു നിയ്യത്തുണ്ട്. നമ്മള് ഉറപ്പിച്ചാലും ഇല്ലെങ്കിലും ശരി, നമുക്ക് നെയ്യത്ത് അത് റമദാനിന് നെയ്യത്ത് വെക്കണമെന്നാണ്. ഓരോ തറാവീഹ് കഴിയുമ്പോഴും ഇമാമ് മിഹ്റാബിൽ നിന്ന് നമ്മുടെ രാത്രി നമസ്കാരത്തിന് ശേഷം നവൈതു സൗമവദിൻ എന്ന് പറയണമെന്നാണ്. അത് പറയണ്ട, അത് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. എന്നാൽ അതുപോലെ കുടുംബജീവിതത്തിലേക്ക് വരുന്നവർ, കുടുംബജീവിതത്തിന്റെ അസ്ഥിവാരമിടുന്നവർ, കുടുംബജീവിതത്തിലേക്ക് മക്കളെ പ്രേരണ നൽകിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കൈമാറാൻ ഒരു ദീൻ നമ്മുടെ കയ്യിലും വേണം. ആ ദീനിനെ കൈമാറാനാണ് മക്കളെ നിങ്ങൾ കുടുംബമായി ജീവിക്കുകയും ഈ ദീനിനെ കൈമാറ്റം ചെയ്തുകൊണ്ട് തലമുറകളായി നമ്മളെ ഏൽപ്പിക്കപ്പെട്ടതാണ്, ഇത് നമ്മൾ നിലനിർത്തേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വകതിരിവ്, ബോധം, അതാണ് ഒരു കുടുംബജീവിതത്തിന്റെ അസ്ഥിവാരമായി നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതൊക്കെ തകർന്നപ്പോഴാണ് വിവാഹരംഗത്തും കുടുംബത്തിലും കുടുംബജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓതിവെച്ച ആയത്ത് നിങ്ങൾക്കറിയാം, സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനമാണ് അല്ലെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പലപ്പോഴും വസിയത്ത് ചെയ്യാറുള്ള ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ്. യാ അയ്യുഹന്നാസ്, വിശ്വാസികൾക്ക് മാത്രമല്ല മനുഷ്യനായി പിറന്നവരോടാണ് അല്ലാഹു പറഞ്ഞത്. അവരെല്ലാവരും കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, കുടുംബമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, കുടുംബ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ വിളിച്ചത്. സൂറത്തു തഹരീമിന് വിശ്വാസികളെ വിളിച്ചത്. കാരണം എല്ലാവരും കുടുംബം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും എല്ലാവർക്കും കുടുംബം നരകമാകുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർക്ക് അങ്ങനെ ജീവിച്ചാൽ മതി. എന്നാൽ വിശ്വാസികൾക്ക് അങ്ങനെയല്ല. വിശ്വാസികൾക്ക് കുടുംബം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് സൂറത്തു തഹരീമിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചത്. ഇവിടെ യാ അയ്യുഹന്നാസ് എന്നാ വിളിച്ചത്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. കുടുംബത്തിന്റെ അസ്ഥിവാരം തഖ്വയാണ്. ഒറ്റവാക്കിൽ അങ്ങനെ പറയാം, കുടുംബത്തിന്റെ അസ്ഥിവാരം തഖ്വയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയോടുകൂടി, അവനെ കുറിച്ചുള്ള നിതാന്ത ജാഗ്രമായ ഓർമ്മയോടുകൂടിയാണ് ഒരു കുടുംബം വരേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. പറയാൻ പശ്ചാത്തലങ്ങളുണ്ട്, ആയത്തിറങ്ങാനുള്ള ചരിത്രപരമായ കാരണങ്ങളുണ്ട് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പുരുഷന്മാരായവർക്ക് മാത്രമാണ് ആത്മാവുള്ളത് എന്നും അവർക്കാണ് യഥാർത്ഥമായ മനുഷ്യാത്മാവുള്ളത് എന്നും, സ്ത്രീകളാകുന്ന ആളുകൾക്ക് ആത്മാവില്ല എന്ന് വിശ്വസിച്ചിരുന്നവരും സ്ത്രീകളാകുന്ന ആളുകൾക്കുള്ള ആത്മാവ് അത് മൃഗതുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുമൊക്കെ അക്കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അത്രേ നമ്മൾ ഭാരതീയമായ ദർശനങ്ങളിലും അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വന്തമായ ആത്മാവ് പോലും ഇല്ലാത്തവളാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഭാരതീയ ദർശനങ്ങളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തുമാകട്ടെ, അല്ലാഹു പറഞ്ഞു, അല്ല, മനുഷ്യരായി പിറന്ന ആണും പെണ്ണുമാകുന്ന എല്ലാവരെയും ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ, ആ ആത്മാവിൽ നിന്ന് അല്ലാഹു തആല അതിന്റെ ഇണയെയും, അഥവാ രണ്ടും ഒരേ ആത്മാവോടുകൂടി ഒരേ ആത്മാവിൽ നിന്ന് അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. വബസ്സ മിൻഹുമാ,
അങ്ങനെ രണ്ട് ആത്മാവുകളാകുന്ന സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് അള്ളാഹു തആല റിജാലൻ കസീറൻ വനിസാ, ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഈ ലോകത്തേക്ക് അള്ളാഹു തആല വിതറി എന്നാ പറഞ്ഞത്. ബസ, വ്യാപിപ്പിച്ചു. ആത്മാക്കളുള്ള, സ്വതന്ത്രമായ ചിന്തകളുള്ള, സ്വാതന്ത്ര്യ ബോധമുള്ള, എന്റെ കൂടെയുള്ള എന്റെ ഇണ അങ്ങനെയാണ് എന്ന ഓർമ്മ എനിക്കുണ്ടാകണം. ഞാനാണെല്ലാം എന്നല്ല, മറിച്ച് നമ്മളെപ്പോലെ ഉള്ള ആ എല്ലാ വിധത്തിലുമുള്ള ചിന്തകളുള്ള ആ ഒരു അവസ്ഥയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു തആല പറഞ്ഞു വത്തഖുല്ലാഹ്. പുട്ടിൽ തേങ്ങിടുന്നത് പോലെയാണ്. തഖ്വയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമായി കൊണ്ടു നടക്കേണ്ടത്. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ഏതൊരു അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്, ആ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കരാർ ഏറ്റെടുത്തത് അങ്ങനെയാണ്. പരസ്പര ബാധ്യതകൾ നിർവഹിക്കാമെന്ന് ഏറ്റെടുത്തത് അങ്ങനെയാണ്. അറബി പറയുന്നതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാന്നുള്ളൂ. അറബിയിൽ അങ്ങനെയാണ് നമുക്ക് നിക്കാഹിന്റെ കലിമ ചൊല്ലി തരുന്നത്, അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് ഖുർആന് ഉപയോഗിച്ച വാക്കുകള്. അതാണ് പറയുന്നത് വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഏതൊരു അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടാണോ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇണകളായി ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നത്, ആ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങളുടെ രക്തബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു എല്ലാറ്റിന്റെയും മേൽനോട്ടക്കാരനായിട്ടുണ്ട്. റഖീബാണ് അവൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാറ്റിനും അവൻ മേൽനോട്ടക്കാരനാണ്. അവന്റെ അറിവിൽ പെടാതെ ഒന്നുമേ നടക്കുന്നില്ല എന്ന ഓർമ്മയുണ്ടാകണം. ഈ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ഓർമ്മിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞതുപോലെ അസ്സലാഹു മിനല്ലാഹി തആല വൽ ആദാബു മിനൽ ആബാ, ഹിദായത്ത് അല്ലാഹുവിൽ നിന്നാണ്, എന്നാൽ മര്യാദകൾ പഠിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. എങ്ങനെ? നൂഹ് നബിയുടെ മക്കൾ പോയില്ലേ എന്ന് ചോദിക്കാറുണ്ട് ചിലര്, വളരെ കൂളായിട്ട്. നൂഹ് നബിയുടെ മക്കൾ പോയില്ലേ? അത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് നമുക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ കൃത്യമായി അവർക്ക് വേണ്ട എല്ലാ അടുക്കും ചിട്ടയും കൂടിയ അദബുകൾ പഠിപ്പിക്കണം. അതിന്റെ ബാധ്യത മാതാപിതാക്കൾക്കാണ്. അങ്ങനെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യമായി കിട്ടുന്നതാണ് സ്വലാഹ്, ഹിദായ, സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അവൻ കൊടുക്കും. അവനോട് തേടിക്കൊണ്ടിരുന്നാൽ മതി. അതിനുള്ള പരിശ്രമം നമ്മൾ ഈ മക്കളിൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ മതി എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു കുടുംബത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഇസ്ലാം കുടുംബത്തെ ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ചത്? എന്തിനാണ് ഇസ്ലാം കുടുംബത്തെ ഇത്രയേറെ ഗൗരവത്തോടുകൂടി അടിക്കടി ഉപദേശിച്ചു കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, അത് ദുനിയാവിലും ആഖിറത്തിലും സമാധാനപരമായ ഒരു ജീവിതത്തിനും സമാധാനത്തിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടുകൂടി നമുക്ക് പോകാനും വേണ്ടി എല്ലാവരും പരസ്പര ബാധ്യതകളും പരസ്പര കടമകളും ഒപ്പം അവരവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുത്തും അങ്ങനെ പോകണം എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ മഹനീയമായ മഹത്തരമായ കാഴ്ചപ്പാട്. അതിന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് പക്ഷെ കാറ്റിൽ പറത്തിയാണ് ബഹുഭൂരിപക്ഷം മുസ്ലിം കുടുംബങ്ങളും പോകുന്നത് എന്ന ഖേദകരമായ ഒരു കാലത്ത് ഞാനും നിങ്ങളും എങ്ങനെ പോകണം എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം ഒരു 5-6 ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറയുന്ന കാര്യങ്ങൾ അത് എന്നോടാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, പക്ഷെ അത് എന്നോടാണ്, അവരവരോടാണ്. വേറൊരാളെ വിലയിരുത്താൻ വേണ്ടിയല്ല, വേറൊരാളിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയല്ല, വേറൊരാളെ വിലയിരുത്താനോ അവർക്ക് മാർക്കിടാനും വേണ്ടിയല്ല. അവനവനെവിടെ നിൽക്കുന്നുവെന്ന് ആലോചിക്കാനാണ് ഓരോ ആണും പെണ്ണും. അങ്ങനെ ആലോചിച്ചിട്ട് വിഷയത്തെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ശരിയാം വണ്ണം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മഹാസൗഭാഗ്യവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസീദാസന്മാരോടൊപ്പം അവന്റെ സ്വർഗീയ ആരാമങ്ങളിൽ അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ-ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله.
സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശരിയാവണ്ണം പാലിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുകയും യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിവാഹത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നിക്കാഹാണ്. ആ നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു വചനമാണ്, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണ്. എല്ലാ നിക്കാഹിൻ്റെ ഖുത്ബകളിലും അറബിയാകട്ടെ മലയാളമാകട്ടെ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു വചനമാണ് തുൻകഹുൽ മർഅത്തു ലി അർബഇ ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത്ത് യദാക്. ഇത് റസൂലുള്ളാഹിയുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തമാശയായിട്ട് പറഞ്ഞതല്ല, ഇതൊരു കൽപ്പനയായിട്ട് പറഞ്ഞതാണ്. സമൂഹത്തിൽ വിവാഹം നടത്തപ്പെടാറുണ്ട്, കഴിക്കപ്പെടാറുണ്ട്, നിക്കാഹുകൾ ചെയ്യപ്പെടാറുണ്ട്. 4 കാര്യങ്ങളെ മുൻനിർത്തി. 1 സമ്പത്താണ്, 2 സൗന്ദര്യമാണ്, 3 തറവാടിത്തമാണ്, 4 അവളുടെ മതബോധമാണ്. ഈ 4 കാര്യങ്ങളെ പരിഗണിക്കാറുണ്ട്. 4 കൂടി പരിഗണിക്കണം എന്നല്ല കേട്ടോ, 4 കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിൽ വിവാഹങ്ങൾ നടത്തപ്പെടാറുണ്ട്. റസൂലുള്ള പറഞ്ഞ ഫൾഫർ ബിദാത്തിദ്ദീൻ എന്നാണ്. നിങ്ങൾ വിജയം നേടാൻ വേണ്ടി ദീനുള്ളവളെയാണ് ആ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടത്. നിങ്ങളുടെ നിക്കാഹിന് നിങ്ങൾ വിധേയമാക്കേണ്ട പരിഗണന ദീനായിരിക്കണം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഒരു വാക്കുകൂടി പറഞ്ഞു, തരിബത്ത് യദാക്. കൈകളിൽ മണ്ണ് പുരണ്ടാലും, അല്പമൊക്കെ പ്രയാസമുണ്ടായാലും, ജീവിതത്തിൽ അല്പമൊക്കെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ വന്നു ചേർന്നാലും നിശ്ചയം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ദീനിനെയാണ്, അതിനെയാണ് തെരഞ്ഞെടുത്ത് നിങ്ങൾ വിജയം വരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അസ്ഥിവാരമിടുന്നിടത്ത് വളരെ കൃത്യമായിരിക്കണം ഒരു കുടുംബത്തിൻ്റെത്. അസ്ഥിവാരം വിട്ടുപോയവരെന്ത് ചെയ്യും ഉസ്താദേ എന്ന് ചോദിക്കരുത്. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. നിഷ്കളങ്കമായി ശേഷിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനോടുള്ള നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക. ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഇസ്ലാമികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. അതേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അങ്ങനെ ഒരു ശരിയായ ഒരു സമൂഹമായി തീരാൻ, ശരിയായ ഒരു സൊസൈറ്റി, ഒരു മുജിത്തമായി ഉണ്ടായിത്തീരാനുള്ള പരിശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കണം എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അത് ജീവിതത്തിൽ നിലനിർത്തി ഏറ്റവും സംതൃപ്തമായ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി കൊണ്ടൊരു മരണത്തെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം നൽകിയ അല്ലാഹു തആല നമ്മളെ ഏവരെയും നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു തആല പൂർണ്ണമായും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല എല്ലാവിധ ആഫിയത്തും സിഹത്തും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്ക് ശേഷം നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന നമ്മുടെ സന്താന തലമുറകൾക്കെല്ലാം അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് ആ ദീനിന്റെ ഏറ്റവും ഖനം തൂങ്ങുന്ന ഷഹാദയുടെ കലിമ ചൊല്ലി ഷഹീദിന്റെ മരണത്തോടുകൂടി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم.
ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين.